എ പ്രിസം ഓഫ് ആംഗിൾ 75 degree and refractive index √3 is coated with thin film of refractive index 1.5 only at the back exit surface. പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഒരു പ്രിസം ആംഗിള് 75 ഡിഗ്രി ആണ്. ആംഗിൾ ഓഫ് പ്രിസം 75 ഡിഗ്രി ഉണ്ട്. ഓക്കെ, പ്രിസത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് √3 ആണ്. ഓക്കെ, ബാക്ക് എക്സിറ്റ് സർഫസിൽ എന്ത് ചെയ്തു? 1.5 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു തിൻ ഫിലിം കോട്ട് ചെയ്തു. അപ്പോൾ ഇതല്ല എക്സിറ്റ് സർഫസ്. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? 1.7 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു തിൻ ഫിലിം. അപ്പോൾ ഇയാളുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണ്, അല്ലെങ്കിൽ 3/2 ആണ്. അങ്ങനെ കോട്ട് ചെയ്ത് വെച്ചു. ഇനി എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞത്? ടു ഹാവ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അറ്റ് ദി ബാക്ക് എക്സിസ്റ്റ്. അപ്പോൾ റൈറ്റ് സൈഡിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ എത്ര ആംഗിളിലാണ് ലൈറ്റ് റേ ഇൻസിഡന്റ് ചെയ്യേണ്ടത്? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് നോർമല് ഇവിടെ നോർമൽ ആദ്യം വരയ്ക്കാം. ഇതാണ് ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റ് ചെയ്യുന്നു. ഇത് R1, ഇത് R2. ഇനി എന്ത് ചെയ്യണം? ഇവിടുന്ന് അത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന് വിധേയമാകണം. സെക്കൻഡ് സർഫസ് എന്നാണ് ഇപ്പോൾ വരയ്ക്കുമ്പോൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന് വിധേയമാവുകയാണെങ്കിൽ എത്ര ആംഗിൾ ഓഫ് ഇൻസിഡൻസിലാണ് ഇടിക്കേണ്ടതെന്നാണ്. അപ്പോൾ നമുക്കിവിടെ ഞാൻ റൈറ്റ് റിഫ്രാക്റ്റിംഗ് സർഫസ് എടുക്കുകയാണ്. ഗ്ലാസ്സിന് √3 റിഫ്രാക്റ്റീവ് ഇൻഡെക്സും നമ്മൾ കോട്ട് ചെയ്തിട്ടുള്ള തിൻ ഫിലിമിന് 3/2 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പറഞ്ഞത്. നമുക്ക് സ്നെൽസ് റൂള് അറിയാം. ഞാനത് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുന്നു. മ്യൂ എന്ന് ചില ബുക്കിനകത്ത് ഉപയോഗിക്കാറുണ്ട്, n എന്ന് ഉപയോഗിക്കും. എന്തായാലും n റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ എന്തായിരുന്നു അത്? sin I by sin R ആണ്. ദാറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ്. എവിടെയാണോ റിഫ്രാക്ഷൻ നടക്കുന്നത്. അപ്പോൾ N2/N1 എന്ന് പറയുന്നതാണ് sin I by sin R. മീൻസ് N1 sin I is equal to N2 sin R. അപ്പോൾ N2 എന്ന് പറഞ്ഞാൽ റിഫ്രാക്ഷൻ ഏത് മീഡിയത്തിലാണോ റിഫ്രാക്ഷൻ നടക്കുന്നത് അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, റെഡി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ റൈറ്റ് സൈഡാണ് എടുക്കുന്നത്. തിൻ ഫിലിം കോട്ട് ചെയ്തുള്ള സൈഡാണ് എടുക്കുന്നത്. അവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് R2 ആണ്. അവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയായിരുന്നു? √3 sin R2 is equal to N2 എത്രയാണ്? 3/2 ആണ്. 3/2 sin എന്താവണം? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇപ്പം നമ്മൾ അവിടെ ജസ്റ്റ് ഗ്രേസിങ് ആയിരിക്കണം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കേസിൽ. അപ്പോൾ ആ ഫേസിലെ ആംഗിൾ നമ്മൾ എന്ത് എടുക്കും? ക്രിറ്റിക്കൽ ആംഗിളിന്റെ മ്യൂസിക്കൽ 1/sin C ക്രിറ്റിക്കൽ ആംഗിൾ ആവാൻ എടുക്കുന്നതാണ്. അപ്പോൾ sin 90. അപ്പോൾ ഇതെന്തായി? sin R2 is equal to 3/2 √3 ആണ്. 3 that is equal to √3/2. അപ്പോൾ sin R2 √3/2 ആണെങ്കിൽ R2 എന്തായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കുമല്ലോ. R2 is equal to 60 ഡിഗ്രി. ഓക്കെ, ഇനി നമുക്ക് അറിയുന്ന റിലേഷൻ എന്താണ്? ആംഗിൾ ഓഫ് പ്രിസം എന്ന് പറയുന്നത് ഈക്വൽ ടു R1 + R2 ആണ്. എത്രയാ? 75 തന്നിട്ടുണ്ട്. R1 അറിയില്ല, പ്ലസ് R2 60 ആണ്. therefore R1 is equal to എത്രയാണ്?
15 ഡിഗ്രി. അപ്പോൾ R1 ആയി. ഇനി നമുക്ക് ആരാ വേണ്ടത്? I, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. ഇനി അവിടെ നമുക്ക് എന്ത് ചെയ്യാം? സ്നെൽസ് റൂൾ എഴുതാം. അപ്പോൾ എങ്ങനെ വരിക? എഗെയിൻ N1 എന്ന് പറയുന്നത് എയർ ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1, സൈൻ I, N1 സൈൻ I ഇസ് ഈക്വൽ ടു N2 ഗ്ലാസ് ആണ്, √3 സൈൻ R1 ആണ്. അപ്പോൾ സൈൻ I ഇസ് ഈക്വൽ ടു √3 സൈൻ 15 ആണ്. അതിൽ സൈൻ 15 വാല്യൂ 0.25 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സൈൻ I ഇസ് ഈക്വൽ ടു √3 ഇൻറ്റു സൈൻ 15 എത്ര? 0.25 ആണ്. അപ്പോൾ √3 1.73 എടുത്തിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് 0.43 എന്ന് കിട്ടും. അപ്പോൾ സൈൻ I 0.43 ആണെങ്കിൽ 0.43 അവിടെ റിസൾട്ട് കൊടുത്തിട്ട് 25 ആണ്. ദെർഫോർ I ഇസ് ഈക്വൽ ടു 25 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 25 ഡിഗ്രി. ദാറ്റ് ഈസ് I ലെസ് ദാൻ ഓർ ഈക്വൽ ടു 25 ഡിഗ്രി. അപ്പോൾ അവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് വരുന്നില്ല. അപ്പോൾ എന്ത് പറയാം? ബിറ്റ്വീൻ 15 ആൻഡ് 20 ഡിഗ്രി, 15 ഡിഗ്രി, ലെസ് ദാൻ 50, ഗ്രേറ്റർ ദാൻ 2. അപ്പോൾ ഈ തേർഡ് ഓപ്ഷനിൽ ലെസ് ദാൻ 25 എന്നാണെങ്കിൽ അതാണ് ആൻസർ. അപ്പോൾ നമുക്ക് കൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക, ഇതാണ് ആൻസർ കേട്ടോ. ഓക്കെ.